നിർണായകമായ 4-ാം ടി20ക്ക് ജോഹന്നസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിലെത്തുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഏതു വിധേനയും മത്സരം ജയിച്ച് പരമ്പര സമനിലയാക്കുക. അതിനവർക്ക് മുന്നിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: ഇന്ത്യൻ മുൻനിരയെ വീഴ്ത്തുക. 2-3 ടി20യിൽ മാർക്കോ യാൻസന്റെ ബോളുകൾക്ക് മുൻപിൽ പതറിയ സഞ്ജുവിനെയും കൂട്ടരെയും മനസ്സിൽ കണ്ട് പച്ചപ്പുല്ലുകൊണ്ട് പരമാവധി ഒരുക്കി ഏഡൻ മാക്രം കാത്തിരുന്നു. അവരുടെ പ്രതീക്ഷ തെറ്റിയില്ല. ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. അതേസമയം തുടരെ 2 സെഞ്ചുറിക്ക് ശേഷം തുടർച്ചയായി 2 മത്സരം 0-ന് പുറത്തായതിൻ്റെ ക്ഷീണത്തിൽ സഞ്ജു. ബോളിങ്ങിന് അതേ യാൻസൻ എത്തുന്നു. പിച്ച് കുറെ കൂടി ഫാസ്റ്റ് ബോളിങ്ങിന് അനുയോജ്യം. പേസും ബൗൺസും നിറഞ്ഞ പിച്ച്. തൻ്റെ 2 സെഞ്ചുറികളല്ല, മറിച്ച് തൻ്റെ 2 ഡക്കുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമെന്ന് സഞ്ജു മനസ്സിലാക്കിയിരുന്നു. സഞ്ജു 1 റൺസ് എടുത്ത് ഹാട്രിക് ഡക്ക് ഒഴിവാക്കുന്നത് കാണാൻ ഒരു കൂട്ടം ആരാധകർ ചങ്കിടിപ്പോടെ TV സ്ക്രീനിന് മുന്നിൽ. മാക്രത്തിൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. ആദ്യ 2 പന്തുകളിൽ യാൻസൻ സഞ്ജുവിനെ ലെങ്ത് ബോളും ബാക്ക് ഓഫ് ലെങ്ത് ബോളും കൊണ്ട് പരീക്ഷിക്കുന്നു. ബ്ലോക്ക് ചെയ്യുകയല്ലാതെ സഞ്ജുവിന് വേറെ മാർഗമില്ലായിരുന്നു. 3-ാം പന്തിൽ സഞ്ജു സിംഗിൾ നേടുന്നു. ഹാട്രിക് ഡക്ക് ഒഴിഞ്ഞ ആശ്വാസത്തിൽ ആരാധകർ. അഭിഷേകിനെയും നിർത്തിയെറിഞ്ഞ യാൻസൻ വെറും 4 റൺസ് മാത്രമാണ് വഴങ്ങിയത്. വരാനിരിക്കുന്നത് ബാറ്റിങ്ങിന് അനുകൂലമായ സാഹചര്യമല്ല എന്ന് തോന്നിയ ഒരു ഓവർ. 2-ാം ഓവറിൻ്റെ ആദ്യ പന്തിൽ കോട്സിയും ബാക്ക് ഓഫ് ലെങ്ത് പരീക്ഷിക്കുന്നു. സഞ്ജു പന്ത് വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നു. 2-ാം പന്ത് എന്തോ മനസ്സിൽ കണ്ട പോലെ സഞ്ജു ക്രീസിലേക്ക് മാക്സിമം ഇറങ്ങി നിൽക്കുന്നു. ഷോർട്ട് ലെങ്തിൽ വന്നപ്പോൾ സഞ്ജുവിൻ്റെ കരുത്തുറ്റ പുൾ ഷോട്ട്. ആ ഷോട്ട് കാണുമ്പോൾ അറിയാം പന്തിന് കിട്ടിയ മൊമെൻറ്റം എത്രയെന്ന്. പന്ത് നേരെ ഗാലറിയിൽ. സാക്ഷാൽ ഹിറ്റ്മാൻ പോലും ഞെട്ടുന്ന ഒരു പുൾ ഷോട്ട്. 3-ാം പന്തിൽ വീണ്ടും ഷോർട്ട് ബോൾ. സഞ്ജു വായുവിൽ ഒരു പോരാളിയെപ്പോലെ ഉയർന്നു ചാടി കട്ടിന് ശ്രമിക്കുന്നു. പക്ഷേ പന്ത് എക്സ്ട്രാ ബൗൺസിൽ കീപ്പറുടെ കയ്യിൽ. 4-ാം പന്ത് കോട്സി പ്രതീക്ഷിച്ച ബൗൺസില്ലാത്ത പന്ത് സഞ്ജുവിലേക്ക്. ക്രീസിൽ ഇറങ്ങി നിന്ന സഞ്ജു ബാറ്റിൻ്റെ ഫേസ് ഓപ്പൺ ചെയ്ത് പന്തിനെ കട്ട് ചെയ്ത് സ്ക്വയറിന് പിന്നിലൂടെ ബൗണ്ടറിയിലെത്തിക്കുന്നു. 4-ാം ഓവറിന് സിബാംല എത്തുന്നു. 2-ാം പന്ത് ഓഫ് സ്റ്റമ്പിൽ ഫുൾ ലെങ്ത് ഡെലിവറി. സഞ്ജു ഡ്രൈവിന് ശ്രമിക്കുന്നു. പന്ത് പക്ഷേ പ്രതീക്ഷിക്കാതെ മിഡ് ഓണിലൂടെ ബൗണ്ടറി കടക്കുന്നു. 4-ാം പന്ത് സിബാംല ഒരു കബളിപ്പിക്കൽ ശ്രമം നടത്തി. ബാക്ക് ഓഫ് ഹാൻഡ് സ്ലോ ബോൾ എറിയുന്നു. ക്രീസിൽ ഡീപ്പായിരുന്ന സഞ്ജു ഇത് എളുപ്പത്തിൽ വായിച്ചെടുക്കുന്നു. പന്ത് വരാൻ കാത്തിരുന്നു. സഞ്ജുവിൻ്റെ വന്യമായ അടിയിൽ പന്ത് കാണികളുടെ ഇടയിൽ പതിക്കുന്നു. 5-ാം ഓവറിനെത്തിയ സിമിലാനെ അഭിഷേക് 3 സിക്സും 1 ഫോറും അടിച്ച് 24 റൺസ് എടുക്കുന്നു. 6-ാം ഓവറിൽ സിബാംലയെ ഒരു ബൗണ്ടറി കൂടി കണ്ടെത്തിയ അഭിഷേകിനെ 5-ാം പന്തിൽ ക്ലാസൻ്റെ കയ്യിലെത്തിച്ച് സിബാംല ആദ്യ വിക്കറ്റ് നേടുന്നു. സ്കോർ: ഇന്ത്യ 5.5 ഓവറിൽ 1-ന് 73 റൺസ്. പവർ പ്ലേ അവസാനിച്ചതോടെ സ്പിന്നുമായി 7-ാം ഓവറിന് മഹാരാജ് എത്തുന്നു. ആദ്യ പന്ത് റൗണ്ട് ദി വിക്കറ്റ് ബോൾ. സഞ്ജുവിൻ്റെ ലോഫ്റ്റഡ് ഇൻസൈഡ് ഔട്ട് ഷോട്ട്. പന്ത് എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഗാലറിയിൽ. മഹാരാജ് 7-ാം ഓവറിൽ 8 റൺസ് മാത്രം വഴങ്ങിയ ധൈര്യത്തിൽ 8-ാം ഓവറിലെ ക്യാപ്റ്റൻ മാക്രം എത്തുന്നു. 3-ാം പന്ത് സഞ്ജു ഫേസ് ചെയ്യുന്നു. ഇതുവരെ കാണാത്ത റിവേഴ്സ് സ്വീപ്പിലൂടെ സഞ്ജു വീണ്ടും ബൗണ്ടറി കണ്ടെത്തുന്നു. മാക്രവും വഴങ്ങി 8 റൺസ്. 9-ാം ഓവറിൽ മഹാരാജ് വീണ്ടും എത്തുന്നു. 2ഉം 3ഉം പന്തുകൾ തിലക് വർമ്മ 6-ന് പറത്തി സ്ട്രൈക്ക് സഞ്ജുവിന് കൊടുക്കുന്നു. 4-ാം പന്ത് സഞ്ജു ക്രീസ് വിട്ടിറങ്ങി തൻ്റെ ഒരുക്കാൻ വെച്ച 2 കെണികൾക്കിടയിലൂടെ പന്ത് വീണ്ടും ബൗണ്ടറി കടത്തുന്നു. സഞ്ജു 27 പന്തിൽ 46 റൺസ്. 9 ഓവറിൽ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 108 റൺസ്. 10-ാം ഓവർ എറിയാൻ പാർട്ട് ടൈം ബോളർ സ്റ്റബ്സ് എത്തുന്നു. ആദ്യ പന്ത് മിഡിൽ ചെയ്തില്ലെങ്കിലും കാണികൾക്കിടയിൽ പന്ത് അപ്രത്യക്ഷമായി. 6-നടിച്ച് സഞ്ജു തൻ്റെ 50 പൂർത്തിയാക്കി. 2-ാം പന്ത് ഫ്ലൈറ്റഡ് ഡെലിവറി. സഞ്ജു പന്തിനെ ഈസിയായി സ്മോക്ക് ചെയ്ത് വീണ്ടും കാണികൾക്കിടയിലേക്ക് അടിച്ചിടുന്നു. പന്ത് ചെന്ന് വീണത് കാണികളിൽ ഒരാളുടെ മുഖത്ത്. അവസാന പന്തുകളിൽ തിലക് വക 2 ഫോർ കൂടി. സ്റ്റബ്സ് 1 ഓവറിൽ വഴങ്ങിയത് 21 റൺസ്. 11-ാം ഓവറിനായി സിമിലാനെ വീണ്ടും ഒരു സ്ലോവർ ബോൾ. പക്ഷേ കെണി നേരത്തെ തിരിച്ചറിഞ്ഞ സഞ്ജു പന്തിനെ വൈഡ് ലോങ് ഓണിന് മുകളിലൂടെ ഗാലറിയിലെത്തിക്കുന്നു. വീണ്ടും 6 റൺസ്. ആദ്യ പന്ത് 6 അടിച്ചെങ്കിൽ അവസാന പന്തിൽ തിലകിൻ്റെ വകയും ഒരു 6. ഇന്ത്യ 11 ഓവറിൽ 1 വിക്കറ്റിന് 142 റൺസ്. 12-ാം ഓവറിൻ്റെ ആദ്യ പന്തിൽ സിബാംല വക സ്ലോവർ ബോൾ. സഞ്ജു പന്തിനെ പിച്ച് ചെയ്തെടുത്ത് നിന്ന് കോരിയിട്ടത് സ്റ്റാൻസിൽ. വീണ്ടും 6. 4-ാം പന്തിൽ 6 അടിച്ച് തിലക് സ്ട്രൈക്ക് സഞ്ജുവിന് വീണ്ടും നൽകുന്നു. അവസാന പന്തിൽ സിബാംലയ്ക്ക് പിഴച്ചു. ഒരു ഓവർ പിച്ച് ബോൾ സഞ്ജുവിൻ്റെ സ്ലോട്ടിൽ. ഒരു 86 മീറ്ററിനപ്പുറത്ത് പന്തടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ സഞ്ജു. ഓവറിലെ 3-ാം 6. ഇന്ത്യ 12 ഓവറിൽ 1 വിക്കറ്റിന് 162 റൺസ്. 13-ാം ഓവറിൽ മഹാരാജനെ തിലക് ഒരു 6 അടിച്ചു. ഇന്ത്യ 13 ഓവറിൽ 177 റൺസ്. 14-ാം ഓവറിനായി മാക്രം വീണ്ടും. 4ഉം 5ഉം പന്തിൽ 6 അടിച്ച് തിലക് അവസാന പന്തിൽ 4ഉം അടിച്ച് മാക്രത്തിനെ യാത്രയാക്കി. മാക്രം 2 ഓവറിൽ വഴങ്ങിയത് 30 റൺസ്. 14 ഓവർ പൂർത്തിയായപ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 199 റൺസ്. 15-ാം ഓവറിനായി കോട്സി എത്തുന്നു. ആദ്യ പന്തിൽ സ്ലോവർ ബോളിൽ തിലക് വർമ്മയുടെ വക 6.
നിലതെറ്റിയ കോട്സി തുടർച്ചയായി 3 വൈഡുകൾ. മൂന്നാം പന്തിൽ തിലകിന് ഒരു കോമ്പറ്റീഷൻ എന്ന നിലയിൽ ഫുൾ പിച്ചിൽ വന്ന പന്തിനെ സഞ്ജു തൂക്കിയിട്ടത് ഗാലറിയിൽ. തിലകും സഞ്ജുവും നിലവിൽ 8 സിക്സ് വീതം അടിച്ചു കഴിഞ്ഞു. 15 ഓവറിൽ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസിലെത്തി. 16-ാം ഓവറിൽ യാൻസൺ ആദ്യ 5 പന്തുകൾ വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്തു. എന്നാൽ അവസാന പന്ത് യോർക്കറിന് ശ്രമിച്ച യാൻസൺ പിഴച്ചു. തിലക് കൃത്യമായി കണക്ട് ചെയ്തു പന്ത് കാണികൾക്കിടയിലേക്ക്. 16 ഓവറിൽ ഇന്ത്യ 1 വിക്കറ്റിന് 230 റൺസ്. 17-ാം ഓവറിൽ സിംലാനയുടെ ആദ്യ പന്ത് തിലക് ബൗണ്ടറി കടത്തുന്നു. ബാക്കി 5 ബോളുകൾ സിംലാനെ അധികം റൺസ് വഴങ്ങാതെ എറിയുന്നു. ഇന്ത്യ 17 ഓവറിൽ 1-ന് 240 റൺസ്. തിലക് വർമ്മ 95 റൺസിലും സഞ്ജു 94 റൺസിലും ബാറ്റ് ചെയ്യുന്നു. 18-ാം ഓവർ കോട്സി ആദ്യ 3 പന്തിലും സിംഗിൾ മാത്രം വഴങ്ങുന്നു. 4-ാം പന്തിൽ യോർക്കർ ശ്രമിച്ച കോട്സിയെ സ്ട്രെയിറ്റ് ബൗണ്ടറി കടത്തു സഞ്ജു 99-ലെത്തുന്നു. 5-ാം പന്തിൽ സഞ്ജുവിൻ്റെ വക സിംഗിൾ. സഞ്ജുവിന് 3-ാം T20 സെഞ്ചുറി. അതെ, സഞ്ജു സാംസൺ തുടരെ 2 പൂജ്യങ്ങൾക്ക് പുറത്തായെങ്കിലും അവ കൂട്ടിച്ചേർത്തിത വീണ്ടും 100 എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇന്ത്യ 18 ഓവറിൽ 1-ന് 251 റൺസ്. 19-ാം ഓവറിൽ സിബാംലെ വീണ്ടും എത്തുന്നു. തിലക് 98 റൺസിൽ ബാറ്റ് ചെയ്യുന്നു. ആദ്യ പന്തിൽ തന്നെ ഡബിൾ നേടി തിലക് വർമ്മ തൻ്റെ തുടർച്ചയായ 2-ാം സെഞ്ചുറി സ്വന്തമാക്കുന്നു. 2ഉം 6ഉം പന്തുകൾ ബൗണ്ടറി കടത്തിയ തിലക് 5-ാം പന്തിൽ 6ഉം നേടി ഓവറിലടിച്ചത് 19 റൺസ്. ഇന്ത്യ 19 ഓവറിൽ 1 വിക്കറ്റിന് 270 റൺസ്. 20-ാം ഓവറിനായി യാൻസൺ എത്തുന്നു. 2-ാം പന്തിൽ ഫുൾ ലെങ്ത് ബോൾ. തൻ്റെ ബോട്ടം ഹാൻഡിൽ സ്ക്വയറിലൂടെ തിലക് വർമ്മ ബൗണ്ടറി കടത്തുന്നു. 4-ാം പന്ത് സെഞ്ചുറിക്ക് ശേഷം അധികം സ്ട്രൈക്ക് കിട്ടായിരുന്ന സഞ്ജു ലെങ്ത് ഡെലിവറി ഒരു ഫ്ലാറ്റ് സിക്സിലൂടെ അതിർത്തി കടത്തുന്നു. സഞ്ജുവിൻ്റെ 9-ാം സിക്സ്. ഇന്ത്യ 20 ഓവറിൽ 1-ന് 283 റൺസ്. സഞ്ജു 109-ൽ നോട്ട് ഔട്ട്. തിലക് വർമ്മ 120-ൽ നോട്ട് ഔട്ട്. വാട്ട് എ ബാറ്റിംഗ് ഡിസ്പ്ലേ. ഇനിയും നിങ്ങൾക്ക് വിമർശിക്കാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞ 10 വർഷത്തിനിടെ സഞ്ജുവിനെ വിമർശിച്ചതിനെ ഓർത്ത് സ്വയം വിമർശിക്കാം.